കുറച്ച് നാളായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു എറണാകുളത്ത് വന്ന് 2 ദിവസം നിൽക്കണമെന്നും ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളതും. MG റോഡിൻ്റെ അടുത്തുള്ള ഹോട്ടൽ ഐശ്വര്യയിലാണ് ഞങ്ങൾ റൂം എടുത്തത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ്. ലഗേജൊക്കെ ഹോട്ടലിൽ വെച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള എറണാകുളത്തപ്പ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോയി. കേരളത്തിലെ മഹത്തായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളത്തപ്പ ക്ഷേത്രം. അങ്ങനെ അവിടെയൊക്കെ തൊഴുത് തൊട്ടടുത്തുള്ള ഹനുമാൻ കോവിലും പോയിട്ട് ഞങ്ങൾ നേരെ ഗോകുൽ ഊട്ടുപുരയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ഇടിയപ്പവും കടലക്കറിയും ഉപ്പുമാവും ദോശയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എറണാകുളത്ത് എത്തിയതും റൂമിൽ ചെക്ക് ഇൻ ചെയ്തതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് വരെയായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോണ വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചി ട്രിപ്പിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നല്ല നട്ടപ്പുറ വെയിലത്ത് ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. നോക്കി നടന്നിട്ടാ MG റോഡിലുള്ള നെല്ലിക്ക റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോണേ. ഞങ്ങൾ താമസിക്കുന്ന ഐശ്വര്യ ഹോട്ടലിൽ നിന്ന് 450 മീറ്റർ ദൂരെ നെല്ലിക്കയിലേക്കുള്ളൂ. നമ്മൾ പോണ റെസ്റ്റോറൻറ്റ് പേരെന്താ? നെല്ലിക്ക. നോക്കി നോക്കാം അല്ലേ? കോട്ടെ സമയം ഇപ്പോൾ 1:15. സാധാരണ ഞങ്ങൾ 12:30 ആകുമ്പോൾ ലഞ്ച് കഴിക്കാറുള്ളതാണ്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയതുകൊണ്ടാണ് ലഞ്ചും കുറച്ച് ലേറ്റ് ആയത്. ഇതാണ് MG റോഡ്. ഇവിടെ കണ്ട നോക്കിയേ, ബാറ്റ, ലെൻസ് കാർട്ട്, കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ദീപു, ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നോക്കിയേ, അരിപ്പ. ഇതും ഫേമസാ. ഒരാഴ്ച അല്ലേ? വേണ്ടി വരും. അതാണ് നെല്ലിക്ക. കഞ്ഞില്ല. ഇവിടുത്തെ പഴങ്കഞ്ഞി ട്രൈ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പഴങ്കഞ്ഞിയും ചീരക്കഞ്ഞിയൊക്കെ കഴിഞ്ഞിരുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നെല്ലിക്ക സ്പെഷ്യൽ കഞ്ഞിയും പയറുകഞ്ഞിയാണ്. കഞ്ഞി കൂടാണ്ട് സ്പെഷ്യലായിട്ട് കപ്പ ചമ്മന്തി, ബീഫ് ഫ്രൈ, മീൻ കറി, ചെമ്മീൻ ചമ്മന്തി, കൊഴുവ ഫ്രൈ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എന്തായാലും ആദ്യം കഞ്ഞി വരട്ടെ. അമ്മയ്ക്കും ദീപുനും നെല്ലിക്ക സ്പെഷ്യൽ കഞ്ഞിയും, എനിക്ക് ഒരു പയറ് കഞ്ഞിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കൊഴുവയും ഒരു ചെമ്മീൻ ചമ്മന്തി, കടലുപ്പേരി, ചമ്മന്തി, പിന്നെ ഒരു സാലഡ് ഉള്ള ഐറ്റം പപ്പടം. ഇതാണ് കഞ്ഞിയുടെ കൂടെ സൈഡായിട്ടുള്ളത്. നെല്ലിക്ക സ്പെഷ്യൽ കഞ്ഞി എന്ന് പറയുന്നത് കഞ്ഞിയുടെ കൂടെ കപ്പ, തൈര് ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു കിടിലൻ ഐറ്റാണ്. ഒരു കവിള് കഞ്ഞി കുടിച്ചതും അമ്മയുടെ മുഖത്ത് ആ പുഞ്ചിരി അങ്ങോട്ട് വിടർന്നു. കഞ്ഞി ഉഗ്രനായിട്ട് നടത്തും. എനിക്ക് പയറ് കഞ്ഞിയുടെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞ ചെമ്മീൻ ചമ്മന്തിയും കൊഴുവ ഫ്രൈയും ഒക്കെ എത്തിയിട്ടുണ്ട്. ദീപുനും ഇവിടുത്തെ നെല്ലിക്ക സ്പെഷ്യൽ കഞ്ഞി നല്ല ഇഷ്ടമായി. അടിപൊളിയുണ്ടല്ലേ? പയറുകഞ്ഞി അടിപൊളിയൊക്കെ തന്നെയാണ്. പക്ഷേ നെല്ലിക്ക കഞ്ഞിയുടെ അത്ര ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടായി. അതുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഇത്തിരി കഞ്ഞി ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ടേസ്റ്റിലെ മിസ്സിങ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. ആ തൈര് പയറുകഞ്ഞിയിൽ കുറച്ച് ഒഴിക്കുകയാണെങ്കിൽ സെയിം ടേസ്റ്റ് ഓൾമോസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. ടേസ്റ്റ് നോക്കാനായിട്ട് അമ്മയ്ക്ക് ദീപനും കുറച്ച് പയറുകഞ്ഞി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് കൊള്ളാല്ലേ? അല്ലേ? കടല പോലെ തന്നെ ചമ്മന്തിയും കിടലിനായിരുന്നു. സാലഡും അടിപൊളി തന്നെയാണ്. ഒരു തൈര് ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ട് നമ്മുടെ കഞ്ഞിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ടൊരു പിടി അങ്ങോട്ട് പിടിച്ചു. ഇപ്പോഴാണ് കഞ്ഞി ഉഷാറായത്. തൈര് ഒഴിച്ചതോടെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്.
തൈര് ഒരു രക്ഷയില്ലാട്ടോ. ഇനിയിപ്പോ തൈര് ഒരു രക്ഷയില്ല. ഇല്ല അമ്മ. പപ്പടം പിടിച്ച് കുറച്ച് കടലയും കൂടി ഇട്ട് പല രീതിയിൽ കഞ്ഞി അങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചു. കഞ്ഞിയുടെ ആ ഒരു ചൂടും വേവും എല്ലാം പാകത്തിനാണ്. നമ്മളിങ്ങനെ കുടിക്കും തോറും അതിനോട് വല്ലാത്തൊരു ഇഷ്ടം കൂടി വരുന്ന പോലെ. പിന്നെ ഇവിടുത്തെ സർവീസ് അതും എടുത്തു പറയണം. എല്ലാം നല്ല ലാവിഷായിട്ട് വിളമ്പുണ്ട്. ബാക്കിയുള്ള തരുപടിയോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് കഞ്ഞി ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിലും ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ കഞ്ഞിയൊക്കെ ഒന്ന് കുടിച്ചു നോക്കണം. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ. ഇങ്ങനൊരു വിഭവസമൃദ്ധമായ കഞ്ഞുകൂടി എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അമ്മയുടെ കഞ്ഞി കഴിഞ്ഞില്ല. ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ ഓഫർ ചെയ്യണത് സിമ്പിൾ ഫ്രഷ് ആൻഡ് ഗുഡ് ഫുഡാണ്. മാജിക് ഇൻഗ്രീഡിയൻസിനേക്കാളും ഹൃദയം കൊണ്ട് കുക്ക് ചെയ്യാന്നുള്ളതിലാണ് അവർ ശ്രദ്ധിക്കണമെന്നും. അത് സത്യമാണെന്ന് ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. അടിപൊളി ഫുഡ് ഉണ്ടല്ലോ അമ്മ. ആ തൈര് ഭയങ്കര സാധനട്ടാ. അല്ല എൻ്റെ കഞ്ഞി ഹെൽത്തിയാണ്, പക്ഷെ ആ തൈര് ഉണ്ടല്ലോ ഈ മിസ്സിങ് ആയി. ആ തൈര് ഞാൻ മേടിച്ച് ഓർഡർ ചെയ്തപ്പോട്ടല്ലോ വേറെ ലെവലായി സാധനം. സ്പെഷ്യലും കൊള്ളാം, കപ്പയിലും ഒക്കെ അടിപൊളിയാ. എവിടെ സ്ഥലം? ഞങ്ങള് തൃപ്രയാറാണ്. കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെൻട്രൽ സ്ക്വയർ മാളിലേക്ക് ഒരു ഊബർ പിടിച്ചു. അമ്മയും ദീപും ഇതുവരെ സെൻട്രൽ സ്ക്വയർ മാൾ കണ്ടിട്ടില്ല. ലുലുവിലും ഫോറം മാളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഈ ഒരു പൊരി വെയിലത്ത് മാളല്ലാതെ വേറെ എവിടെയും കറങ്ങാൻ പോകാനില്ല. മൊത്തത്തിൽ അങ്ങോട്ട് കരിഞ്ഞു പോയി. മാളിൽ പോകേണ്ട പ്രധാന ഉദ്ദേശം സ്വസ്ഥമായിട്ടിരുന്ന് കുറച്ച് നേരം വർത്തമാനം പറയാന്നുള്ളതാണ്. അവിടെ നടന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഒരുപാട് പെർമിഷനൊക്കെ എടുക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ കയ്യിൽ പെർമിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യാൻ നിൽക്കണമില്ല. ഫുഡ് കോർട്ടിൽ പോവുക, അവിടെ ഒഴിഞ്ഞൊരു ടേബിൾ പിടിക്കുക, എന്നിട്ട് ഇരുന്ന് കുറച്ച് നേരം വർത്തമാനം പറയുക, ഓരോ ചായ കുടിക്കുക, സ്നാക്സ് എന്തെങ്കിലും കഴിക്കുക. ഇങ്ങനെയുള്ള സ്ഥിരം പ്ലാനുകൾ തന്നെ ഉള്ളൂ. ഇതാണ് ചായ അല്ലേ? ഇന്ന് രാവിലെ കുടിച്ച ചായ അല്ല, അത് കാപ്പിയുമല്ല. ആവറേജ് ചായ കൊള്ളാം. കുറേ നേരം നടന്നിട്ടേ ചായ കുടിക്കുമ്പോൾ ഒരു സുഖം. അങ്ങനെ കുറച്ച് നേരം സെൻട്രൽ സ്ക്വയർ മാളിൽ കറങ്ങി നടന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് നേരം അമ്മയ്ക്ക് കിടന്നൊന്ന് വിശ്രമിക്കണത്രേ. അപ്പോൾ റൂമിൽ പോയിട്ട് വിശ്രമിക്കുകയും ചെയ്യാം, കുളിച്ച് ഫ്രഷായിട്ട് വൈകിട്ട് സുഭാഷ് പാർക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് കറങ്ങുകയും ചെയ്യാമെന്ന് വിചാരിച്ചു.
വൈകിട്ട് ഞങ്ങൾ രാജേന്ദ്ര മൈതാൻ പാർക്കിൽ കായലിലേക്ക് ഇങ്ങനെ നോക്കി കുറേ നേരം ഇരുന്നു. പിന്നെ സുഭാഷ് പാർക്കിലൊക്കെ പോയി രാത്രി ഡിന്നർ കഴിച്ചു. അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.